പിണറായിയുടെ ദൂർത്ത് ധവളപത്രം പുറത്ത്. നമസ്കാരം. ഇന്ന് ഇപ്പം കഴിഞ്ഞ 10 വർഷത്തെ കണക്ക് പ്രകാരം ഉള്ള കേരളത്തിൻ്റെ നഷ്ടം, പിണറായിയുടെ ദൂർത്തിൻ്റെ വിവരങ്ങൾ പുറത്ത്. പ്രിയ സുഹൃത്തുക്കളെ, ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ കിടക്കുന്നു. ഇന്നിപ്പോൾ ധവളപത്രം പുറത്തു വന്നിരിക്കുകയാണ്. 5.7 ലക്ഷം കോടിയുടെ ബാധ്യത കേരളത്തിന്. പിണറായി 10 വർഷം അടുപ്പിച്ച് ഭരിച്ച സമയത്ത് ആദ്യത്തെ 5 വർഷം നല്ല നിലയിൽ ഉള്ള കേരള സംസ്ഥാനത്തെ കൊണ്ടുവന്നു എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ പിണറായിയെ ജനങ്ങൾ പുറത്താക്കിയപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ബാധ്യത മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ബാധ്യത വന്നത്? എവിടെ ബിവറേജ് കോർപ്പറേഷൻ്റെ പൈസയും ലോട്ടറി കച്ചവടത്തിൽ നിന്നും കിട്ടുന്ന പൈസയും KSRTC ഓടി ലാഭമുണ്ടാക്കിയ പൈസയും എവിടെ? ഓരോ പ്രാവശ്യം പുറത്തു നിന്നും ലോൺ എടുക്കുവാൻ കടബാധ്യത എടുത്തുകൊണ്ടിരുന്ന ആ പൈസ എവിടെ? ഇതെല്ലാമാണ് ചോദ്യം. ഇതിനൊക്കെ പിണറായിയാണ് ഉത്തരം പറയേണ്ടത്. നമ്മളെപ്പോലെയുള്ള പാവങ്ങൾ അടയ്ക്കുന്ന ടാക്സ്, വെള്ളക്കരം അടക്കം ഉള്ള കറണ്ട് ബില്ല്, വെള്ളക്കരം അടക്കമുള്ള പൈസ അതെവിടെ? കഴിഞ്ഞ പ്രാവശ്യം പെൻഷൻ പോലും കൊടുക്കുവാൻ ടൈറ്റായിരുന്നു, അല്ലെങ്കിൽ പെൻഷൻ പോലും കൊടുക്കാതെയാണ്. നിങ്ങൾ എല്ലാവർക്കും അറിയാം, 5 മാസം കൂടി ആണ് കുറേശ്ശെയാണ് കൊടുത്തു തീർത്തത്. അങ്ങനെയുള്ളപ്പോൾ ഉള്ള പൈസ എവിടെ? അതാണ് പറഞ്ഞത്. പിണറായി എന്ന് പറഞ്ഞ ആ വ്യക്തി രാജാവായി നിന്നു. 40 വാഹനത്തിൻ്റെ അകമ്പടിയോടെ പോകുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾ ആശുപത്രിയിൽ പോകുന്ന ആംബുലൻസിനെ പോലും വഴി തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് പിണറായി പോയത്. അതിൻ്റെയൊക്കെ കടബാധ്യതയാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്. ജനിച്ച് വീഴുന്ന കുട്ടികൾക്ക് പോലും ബാധ്യത. ഈ കേരളത്തിൽ എങ്ങനെയാണ് ഒരു പാവപ്പെട്ടവൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ജീവിക്കുന്നത്? അതാണ് എൻ്റെ നിങ്ങളോടുള്ള ചോദ്യം അത് തന്നെയാണ്. നമ്മളെല്ലാവരും ഈ കേരളത്തിൽ ജനിച്ചു വളർന്നവരാണ്. നമുക്ക് സ്വന്തം മണ്ണ് വിട്ട് വിദേശത്തേക്ക് പലരെയും പറിച്ചു നട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മലയാളികൾക്ക് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ്? ദുർഭരണം, അനീതി, അക്രമഭരണം. സ്വന്തം ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പോകുമ്പോൾ പോലും നമ്മളടച്ച ടാക്സിൽ നിന്നുള്ള ദൂർത്തടിയായിരുന്നു നടന്നത്. കുടുംബത്തിലുള്ളവർക്ക് പോലും പെൻഷൻ പിണറായി വിജയൻ്റെ കുടുംബത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നതല്ല. അത് ഇവിടെ വ്യക്തമായ നിലപാടാണ് ഇവിടെ ഇപ്പം വന്നിരിക്കുന്നത്. ധവളപത്രത്തിൽ വ്യക്തമായുള്ള നിലപാട് തന്നെയാണ്. KSRTC നഷ്ടം, ജലവകുപ്പ്, വാട്ടർ അതോറിറ്റി ഇത് നഷ്ടം, KSRTC നഷ്ടം. KSRTC ലാഭമാണ്. KV ഗണേഷ് കുമാർ മന്ത്രി പറഞ്ഞു, ലാഭമാണ്, പുതിയ വണ്ടി വരുന്നു. ഇതെല്ലാം ബാധ്യതയുടെ പേരിലായിരുന്നു. കിഫ്ബിന്ന് എടുത്ത ബാധ്യത. പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന 4 ലക്ഷം രൂപ അനുവദിക്കുന്നു. അതിൽ നിന്നും കൈയിട്ടുമായിരുന്നു. ദേവസ്വം ബോർഡിൽ നിന്ന് കൈയിട്ടുമായിരുന്നു. വാരികയായിരുന്നു 10 വർഷം. ആരോഗ്യവകുപ്പിൽ പാവങ്ങളുടെ വയറിൻ്റെ അകത്ത് കത്രിക വെച്ച് മറക്കുന്ന ഡോക്ടർ, അവർക്ക് പോലും പെൻഷൻ, സസ്പെൻഷൻ ഇല്ല. അതിനെ പറ്റി വേറൊരു വിവരമില്ല, ഒരു വാർത്തയില്ല. അങ്ങനെ വന്ന് ഇതൊക്കെ എങ്ങോട്ടാണ് ഈ കേരളം പോയത്? ഇനി ഒരു 5 വർഷത്തോടെ പിണറായി ഭരിച്ചിരുന്നെങ്കിൽ ഉഗാണ്ടയുടെ അവസ്ഥയായിരുന്നു. ദാരിദ്ര്യം കൊണ്ട് മൂടിയാനേ. റേഷൻ കടയിൽ കിട്ടുന്ന അരി, നിലവാരമുള്ള അരി ആയിരുന്നു 5 വർഷം മുമ്പ്. രണ്ടാം ടൈം വന്നപ്പോൾ അത് നിലവാരം കുറഞ്ഞു. പെൻഷൻ, പാവപ്പെട്ട അമ്മമാർ, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവർ, അവർക്ക് കൊടുക്കുന്ന വിധവാ പെൻഷൻ പോലും ഇല്ലാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. കുറേശ്ശെ കൊടുത്ത് കടബാധ്യത തീർക്കും. ഇപ്പം മുൾക്കടത്തിലേക്ക് പോയി. നവകേരള ബസ്സിന് കോടികൾ. ഈ കോടികളൊക്കെ മാറ്റി വെച്ചിരുന്നെങ്കിൽ, ഇത്രയും ദൂരത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ജനങ്ങൾക്ക് രാജാവായി തന്നെ സഖാവ് പിണറായി ഇരുന്നേന്. ഇപ്പോൾ പറയേണ്ടത് സഖാവ് എന്നല്ല. സഖാവ് എന്ന അർത്ഥം ഉള്ളത് സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ എന്നാണ് സഖാവ് എന്ന്. ഇപ്പോൾ സഖാവല്ല, ആ പാർട്ടി തന്നെ മാറിപ്പോയിരിക്കുന്നു. ആ പാർട്ടികളെ, അണികളെ പോലും വഞ്ചിക്കുകയാണ് സത്യം പറഞ്ഞാൽ പിണറായി ചെയ്തത്. പിണറായി വിജയനോടുള്ള എൻ്റെ ചോദ്യം ഇതാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടിയാണോ ഞങ്ങൾ നിങ്ങളെ ഭരണത്തിൽ കയറ്റിയത്? നിങ്ങളുടെ വീട് രക്ഷപ്പെടാനാണോ ഭരണത്തിൽ കയറ്റിയത്? ആന ചവിട്ടിക്കൊന്ന ഒരുപാട് പാവങ്ങളെ നടുറോഡിൽ സ്വന്തം അമ്മയ്ക്കും പെങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ആഭ്യന്തരം നിങ്ങളുടെ കയ്യിലായിരുന്നു. ഒരുപാട് അമ്മമാർ കയറി നിങ്ങളെ കരഞ്ഞു കേണു വന്നു. താങ്കളൊന്നും ചെയ്തില്ല. എന്താണ് ചെയ്തത്? എന്ത് കുറ്റകൃത്യത്തിനാണ് നടപടിയെടുത്തത് എന്ന് പറയാമോ? ഗോവിന്ദചാമിയെ ജയിലിൽ ചാടാൻ സഹായിച്ചു. അതിനും ഈ ഇപ്പോൾ എടുത്തിരിക്കുന്ന കിഫ്ബി എന്നുള്ള ഫണ്ടാണോ അതിനെ ഉപയോഗിച്ചത്? ചാടാൻ ബീപ മേടിക്കാനും മുകളിലോട്ട് കയറ് മേടിക്കാനും അതാണോ എടുത്തത്? അങ്ങനെയാണോ ഈ ബാധ്യത വന്നത്? ട്രഷറി കാലി. ഈ ട്രഷറിയിലുള്ള പൈസ എവിടെയാണ്? നിങ്ങൾ എല്ലാവർക്കും കൃത്യമായി ശമ്പളം കൊടുത്തു എന്ന് പറയരുത്. അതുപോലെ തന്നെ ബജറ്റ് കേരളത്തിന് എന്താണ് തന്നത്?
ഇത്രയും ബാധ്യത വരാനും അത് നടപ്പാക്കാനുമുള്ള ബഡ്ജറ്റ് എന്താണ് തന്നത്? കഴിഞ്ഞ പ്രാവശ്യത്തെ 2 പ്രാവശ്യത്തെ ബഡ്ജറ്റിലും പെൻഷൻ തുക ചെറുതായിട്ടൊന്ന് കൂട്ടിയതല്ലാതെ എന്താണ് തന്നത്? ജനങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി ഇനി താങ്കൾ പറയണം. ഇനി കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള ഓപ്ഷൻ താങ്കൾക്കില്ല. കാരണം താങ്കൾ പുറത്താണ്, ജനങ്ങളാണിപ്പോൾ അകത്ത്. ഇത് ജനങ്ങളുടെ നീതിയാണ്, ഇതാണ് ജനാധിപത്യം. താങ്കൾ ദൂർത്തടിച്ചു പോയ ഖജനാവ് UDF സർക്കാർ അതിജീവിക്കുക തന്നെ ചെയ്യും. അതിന് പുതിയൊരു ജീവൻ ഏകുക തന്നെ ചെയ്യും. താങ്കൾ തിരികെ കയറ്റിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ജോലിക്കാരുണ്ട്. താങ്കളുടെ ഇഷ്ടപ്രകാരം താങ്കളുടെ താഴെ നിൽക്കുന്ന പിമ്പുകളുടെ സഹായത്തോടെ തിരികെ കയറ്റിയ ആൾക്കാരുണ്ട്. അത് അന്വേഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ UDF സർക്കാർ അന്വേഷിക്കപ്പെടുക തന്നെ ചെയ്യും. യോഗ്യതർക്ക് അവർക്ക് ജോലി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ പുതിയൊരു പ്രതീക്ഷയുടെ ഖജനാവായി മാറുകയും ചെയ്യും. എന്തായാലും ഒരു കാര്യം പറയാം, 5 വർഷമാണോ 10 വർഷമാണോ UDF ഇരിക്കുന്നതെന്ന് അറിയില്ല. അതെനിക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല. പക്ഷേ 5 വർഷം ഇരുന്നാലും അവർ പുറത്തിറങ്ങുമ്പോൾ അടുത്ത ഏത് പാർട്ടിക്കാർ ഭരിക്കാൻ കയറിയാലും അതിലൊരു ദളപത്രം ഇറക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും പറയാൻ പറ്റും കേരളം മുന്നോട്ട് തന്നെയാണെന്ന്. ഇപ്പോൾ താങ്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കടം അടക്കം UDF സർക്കാർ തീർത്ത് പുതിയൊരു കേരളം തീർച്ചയായും കെട്ടിപ്പടുക്കും. കാരണം താങ്കൾ സഖാവെ എന്ന് വിളിക്കുന്ന പാവങ്ങളുടെ പാർട്ടി എന്നുള്ള വിശ്വാസം ജനങ്ങളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പണക്കാരനും കുത്തക മുതലാളിമാർക്കും വേണ്ടിയാണ് താങ്കൾ പ്രവർത്തിച്ചതും അതിൻ്റെ ഫലമായാണ് താങ്കളെ താഴെ ഇറക്കിയതും. ഇനി നാട് നന്നാവും. കാരണം നന്നാവാൻ UDF തന്നെ വേണം. LDF കടക്ക് പുറത്ത് കടന്നിരിക്കുന്നു, നിങ്ങൾ പുറത്ത്, ജനങ്ങളല്ലെങ്കിൽ പുറത്താക്കി. ഇത് ജനങ്ങളുടെ വിധിയാണ്. ഇതാണ് സത്യം, ഇതാണ് ശരി.